ഓം ശാന്തി. നമ്മൾ 5 രൂപ കൊടുത്താൽ ഒരു ചെറിയ പാക്കറ്റ് കാപ്പിപ്പൊടി നമുക്ക് വാങ്ങാൻ കിട്ടും. ഒരു കുഞ്ഞ് പാക്കറ്റ് 5 രൂപ 10 രൂപ കൊടുത്താൽ വാങ്ങാൻ കിട്ടും. ഈ സാധനത്തിന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ലൊരു കാപ്പി കുടിക്കുമ്പോൾ, അങ്ങനെ ഒരു കാപ്പി നമ്മൾ ഉണ്ടാക്കി കുടിക്കുമ്പോൾ അതിൻ്റെ വില നമുക്ക് വരിക മാക്സിമം 10 രൂപ. 5 രൂപയുടെ കാപ്പിപ്പൊടി പ്ലസ് ബാക്കിയെല്ലാം ചേർക്കുമ്പോൾ അതൊരു കാപ്പിയുടെ ഷോപ്പിൽ പോയി വാങ്ങിച്ചു കുടിക്കുകയാണെങ്കിൽ 25 രൂപ അല്ലെങ്കിൽ 30 രൂപ വരെ ആയിരിക്കും. ഇതേ സാധനം നിങ്ങൾ കോഫി ഡേയിൽ പോയിട്ട് ഒരു കാഫി വാങ്ങിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ 250, ചില സ്ഥലങ്ങളിൽ 300 രൂപ 200 രൂപയ്ക്ക് അതിന് വില വരും. ഇതിനേക്കാൾ വലുതായിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ചിലപ്പോൾ 500 രൂപ വരെ ആ ഒരു കാപ്പിക്ക് വില വന്നേക്കാം. ഒരേ കാപ്പിപ്പൊടി അത് മിക്സ് ചെയ്യുന്നതായിരിക്കുന്ന സ്ഥലത്തിൻ്റെ വിധത്തിൻ്റെ ആധാരത്തിൽ ആ കാപ്പിക്ക് ഒന്നുകിൽ 10 രൂപ 25 രൂപയും അത് 500 രൂപയും വന്നേക്കും. അപ്പോൾ ഒരേ സാധനത്തിൻ്റെ രൂപവും ഭാവവും മാറ്റുമ്പോൾ, സ്ഥലം മാറുമ്പോൾ അതിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിലും അതെ, എത്രത്തോളം നിങ്ങൾ അതിൽ ചേർക്കുന്നതായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ നമ്മുടെ രൂപം ഭാവം മാറ്റുന്നോ അതിൻ്റെ ആധാരത്തിൽ. അത് പറയുമ്പോൾ ചിരിച്ചു പോകുന്നുണ്ടാവും കേട്ടാൽ. രൂപം ഭാവം മാറ്റുക എന്ന് വെച്ചാൽ അർത്ഥം ശരീരത്തിലെ വസ്ത്രധാരണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെയോ ഭാവം മാറ്റുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. ആന്തരികമായ രൂപഭാവങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓരോ ദിവസം കഴിയും തോറും അറിവിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എത്ര കൂടുതൽ നിങ്ങൾ പഠിക്കോ വായിക്കോ അറിയോ, നിങ്ങൾ ഏത് തലത്തിൽ ജീവിക്കുന്നവരാവട്ടെ, ഒരു വീട്ടമ്മയാവാം അല്ലെങ്കിൽ ഒരു ഓഫീസറാവാം, ഒരു മുത്തശ്ശിയാവാം, കുട്ടിയാവാം, അറിവെന്ന് പറയുന്നത് പഠിക്കുന്നത് ഏത് കാലം വരെ? മരണം വരെ. അറിവെന്നതായിരിക്കുന്ന ആഴക്കടലിൽ യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ യാത്ര സുഖവും ശക്തിയും തരും, നമ്മുടെ ഊർജത്തെ വർദ്ധിപ്പിക്കുകയും മൂല്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്നും അവനവനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്ന ഘടകമാണ്. ഒരാൾ അവനവനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തില്ല എങ്കിൽ, മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അവനവന് വേണ്ടി സമയം കണ്ടെത്തില്ല എങ്കിൽ അധികം വൈകാതെ പഴകിയ വസ്ത്രം പോലെ, ദ്രവിച്ച സാധനം പോലെ നമ്മുടെയും മൂല്യം നഷ്ടമായി പോകും. അതുകൊണ്ട് ദിവസവും മെഡിറ്റേഷൻ, പഠനം, അവനവന് വേണ്ടി കുറച്ച് സമയം ഇത് കൊടുക്കാൻ തയ്യാറാണോ? തീർച്ചയായും നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാനാകും. ഓം ശാന്തി.